ഹായ്, നമ്മുടെ വാഹനത്തിൽ നല്ല ഓയിൽ ലീക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാരണം ഇതാണ്. നമ്മുടെ ഓയിൽ കൂളർ കാലപ്പഴക്കം കൊണ്ട് ഓയിൽ കൂളറിൻ്റെ റബ്ബറുകൾ ചൂടായി നല്ല കട്ടിയാകും. അപ്പോഴാണ് അതിൽ നിന്നും ഓയിൽ ലീക്ക് വരുന്നത്. ഈ കംപ്ലൈൻറ്റ് എങ്ങനെ മാറ്റാം? കണ്ടേ, ഇവിടെയാണ് വരുന്നത് ഓയിൽ കൂളർ. ഇതിലെ 5-6 ഭാഗങ്ങൾ ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഓയിൽ കൂളറിനെ ഇതാണ് ഓയിൽ കൂളർ. ഒന്ന്, ഇത് സിലിക്കൺ പേസ്റ്റ് ഇട്ടേക്കാണ്. നമുക്ക് ഫസ്റ്റ് സിലിക്കൺ പേസ്റ്റ് ഇടാം, ഒരു റൗണ്ട് സിലിക്കൺ പേസ്റ്റ് ഇടാം. അത് കഴിഞ്ഞ് പിന്നെയും ലീക്ക് വന്നാൽ നമുക്ക് ഓയിൽ കൂളർ മേടിച്ച് മാറണം. അതാണ് ഈ പുതിയ കൂളർ. ഓയിൽ കൂളർ പുതിയതാണ് മേടിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നല്ലതുപോലെ ഇട്ട് മുറിക്കുക. ഇത് സിലിക്കൺ ഒന്നും തേക്കേണ്ട, പുതിയതാണ്, അങ്ങ് കയറ്റിയാൽ മാത്രം മതി. ഈ ഓയിൽ എങ്ങനെ വരാതിരിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾ എൻജിൻ ഓയിൽ ഒഴിക്കരുത്. 2, എൻജിൻ ഓയിൽ ഒഴിക്കണമെങ്കിൽ ചോർത്തുന്ന നെട്ട് തുറന്നിട്ടിട്ട് ഒഴിക്കുക. നമ്മൾ മേടിക്കുന്ന ഓയിൽ കൂളറിൽ ചിലപ്പോൾ ഓയിൽ സ്വിച്ച് കാണാൻ സാധ്യത കാണില്ല. അപ്പോൾ നമ്മൾ പഴയത് തന്നെ ഇളക്കിയിടണം. ഇത് പഴയത് ഇളക്കുകയാണ്. എന്നിട്ട് ഈ സ്വിച്ച് നമുക്ക് പുതിയതിൽ ഇടണം. ചിലപ്പോൾ സ്വിച്ച് ഉള്ളതും വരും, ഇല്ലാത്തതും വരും. അതനുസരിച്ച് ചെയ്യുക. ഇതാണ് ആ റബ്ബറുകൾ. കണ്ടോ, ഈ റബ്ബർ ചൂടായാണ് കട്ടിയാകുന്നത്. കട്ടിയാകുമ്പോൾ പിന്നെ ഓയിൽ കൂളറിൻ്റെ സീറ്റിംഗ് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്ന സമയത്താണ് ഓയിൽ ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂളറിൻ്റെ അവിടെ ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ലീക്ക് വന്നുകൊണ്ടിരിക്കും. ഇതാണ് പുതിയ ഓയിൽ കൂളർ. അതിൽ നമ്മൾ ആ സ്വിച്ച് എടുത്തിടണം. കണ്ടോ, ഇതുപോലെ ആ സ്വിച്ച് നല്ലതായിരിക്കും. അഴുക്കാണെങ്കിൽ മാറണം, നല്ലതാണെങ്കിൽ അതിട്ട് മുറുക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക. എനിക്ക് 5 ലൈക്ക് തരിക. അല്ലെങ്കിൽ വായും കീറിയിരുന്ന് എൻ്റെ വീഡിയോകൾ ആസ്വദിക്കുക. എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.